അവരുടെ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള ഉം. കുട്ടികളുണ്ട്. അവരുടെ അക്കാഡമിക് പെർഫോമൻസ് ഒക്കെ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ തുടങ്ങി. ഉം. 30% മാർക്കൊക്കെ ഉള്ളവരൊക്കെ വിതിൻ 3-4 മന്ത്സ് 60%, 80% ഒക്കെ ഓക്കെ. മാർക്കിലേക്ക് വന്നു. ഉം. അപ്പോൾ ആൾക്കാർക്ക് ഇതിനെപ്പറ്റി കൂടുതൽ കോൺസെൻട്രേഷൻ കൂട്ടും കോൺസെൻട്രേഷൻ അല്ലേ? കോൺസെൻട്രേഷൻ കൂടും, അവരുടെ ഫോക്കസ് കൂടും. ഉം. ഉം. കാരണം ഡീപ്പ് സ്ലീപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തുള്ളൂ. മനസ്സിലായി. ഓക്കെ. അതുപോലെ ഇപ്പോൾ ഞാൻ അതിപ്പോൾ പറഞ്ഞ പോലെ കോൺസെൻട്രേഷൻ കൂടും ചോദിച്ചു. അപ്പോൾ ആ. എൻ്റെ അടുത്ത് നമ്മൾ പേഷ്യൻസ് വരും, കുട്ടികളെ കൊണ്ട് വരുമ്പോൾ നമ്മൾ ആദ്യം ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു കേസ് ഹിസ്റ്ററി എടുക്കും. ഓക്കെ. ആ കേസ് ഹിസ്റ്ററി പല പേരൻസും അമ്മമാർ പറയുന്ന ഏറ്റവും വലിയത് ഈ കുട്ടിക്ക് ഭയങ്കര ക്ഷീണമാണ്, ഉറക്കം തീരൊക്കെ ഇതാണ്, ഭയങ്കര മടിയാണ്. ഉം. എപ്പോഴും അവർ പറയുന്ന ഒരു വേർഡാണ് ഭയങ്കര മടിയാണ്. മടിയാണ്, രാവിലെ എണീക്കാൻ ഭയങ്കര മടിയാണ്, എണീറ്റ് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനൊരു ഉത്സാഹമില്ല, ഉം. ഈ പറഞ്ഞ പോലെ പിന്നെ ക്ലാസ്സിലിരുന്ന് ഉറക്കം തൂങ്ങുന്നു, കോൺസെൻട്രേഷൻ ഒട്ടുമില്ല, പഠിത്തത്തിലൊട്ടും ഫോക്കസ് ഇല്ല. പക്ഷേ ഞാൻ പറയുന്നത് ആ പേരൻസ് മനസ്സിലാക്കേണ്ടത് ഈ കുട്ടികളുടെ സഫറിങ്സ് എന്തോരം അവർ അതെ. സഫർ ചെയ്യണം. കാരണം വെച്ചാൽ നമ്മളൊന്ന് ആലോചിക്കും, ഇമാജിൻ നമ്മൾ 2 ദിവസത്തേക്ക് ഉറങ്ങിയില്ലെങ്കിൽ പിറ്റേ ദിവസം നമുക്കൊരു ദേഷ്യവും നമുക്കൊരു മൂഡ് ഔട്ട് ആയിരിക്കും. നമ്മൾ ഫങ്ഷനലി ഒന്നും പ്രോപ്പറായിട്ട് നമുക്ക് ഫങ്ഷൻ ചെയ്യാൻ പറ്റില്ല. True. അപ്പോൾ ഈ കുട്ടികളെങ്ങനെ ഇവർ കുറേ നാളുകളായിട്ട് ഇവർക്ക് പ്രോപ്പറായിട്ടുള്ള സ്ലീപ്പില്ല. ഉം. അത് അവരുടെ എല്ലാ ആക്ടിവിറ്റീസിനെ അഫക്റ്റ് ചെയ്യണം. ഉം.